ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ തന്നെ ചായ പരിപാടിയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം ദോശമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ രാവിലേക്ക് അതാത് ദിവസത്തേക്കുള്ള ഇത് മാത്രമേ ഞാൻ അങ്ങനെ അരച്ചെടുക്കാറുള്ളൂ. ദോശ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ട് അരച്ചൊരു ദോശ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. കുറച്ചായിട്ട് അതാത് ദിവസത്തേക്ക് വേണ്ടത് കുറച്ച് തലേ ദിവസമൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ട് അതാത് ദിവസം രാവിലെ തലേ ദിവസം അങ്ങോട്ട് അരച്ച് വെക്കുക ചെയ്യുക. എന്നിട്ട് അന്നത്തെ ദിവസത്തിന് തന്നെ എടുക്കുള്ളൂ. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ചിലരും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടു വെക്കുമ്പോൾ അതാണ് എനിക്ക് നല്ലത് തോന്നി. അപ്പോൾ ഞാനും ഒരു 4-5 ദിവസത്തേക്കുള്ളത് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് എടുത്ത് ദോശ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടി തന്നെ ഞാനും അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ നമ്മൾ പൊടിയാണെങ്കിലും നനയ്ക്കാനും കുഴയ്ക്കാനും പരത്താനും ഒന്നും നിൽക്കണമല്ലോ, ഇത് കുറച്ച് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ദോശ ഇഡ്ഡലി അങ്ങനെയായിട്ട് മാറി പോകാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ദോശയുടെ പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് പഴം നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കൊലയാണ് കേട്ടോ. ഇത് ഒരു ചെറിയൊരു വാഴയുടെ മേലെ ഉണ്ടായതാണ്. പൊതുവേ നമുക്ക് കുറച്ച് വാഴയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ പഴുത്തിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ തന്നെ നമ്മളത് ഉപയോഗിക്കുക ചെയ്യാം. എല്ലാവരും അങ്ങനെ ചായക്ക് പുട്ടും പഴവും പപ്പടവും ആ ലെവലിൽ രാവിലേക്ക് 2 ദിവസത്തേക്ക് എടുത്താൽ അങ്ങോട്ട് കഴിയും കേട്ടോ. അതേസമയം ചിലപ്പോൾ ഒന്നാകെ കൊലകൾ പഴുത്തിട്ട് ഒരു ദിവസം തന്നെ നമുക്ക് 2-3 കൊല പൊട്ടിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നാശമായിട്ട് പോകും. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളങ്ങനെ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ വെറുതെ നാശമായി പോവില്ല, കഴിക്കുന്നവർ കഴിച്ചോട്ടെ എന്നുള്ള ലെവലിൽ. അപ്പോൾ അങ്ങനെ അത് വെട്ടിയിട്ട് കൊല നമ്മുടെ കടയിൽ കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഇവിടെ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാറ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഉഴുന്നരച്ച ദോശയൊക്കെ നല്ല ഇഷ്ടമാണ്. ഇഡ്ഡലി അത്ര അങ്ങോട്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ഇഷ്ടമാണ്. അപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കിയ കാരണം അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മറ്റേ അടുപ്പത്ത് വെക്കുന്ന ഇഡ്ഡലി ചെമ്പായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഒരുപാട് സമയം ഒരു അച്ചിൽ 4 എണ്ണം വീതമുള്ളത് 2 ട്രിപ്പ് വെച്ച് അങ്ങനെ ഒരുപാട് സമയമൊക്കെ നമ്മളങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇതെനിക്ക് ഇഡ്ഡലി കുക്കർ എനിക്ക് കണ്ണൻ ഡെലിവറിയൊക്കെ ആയിട്ട് കണ്ണനെ പ്രസവിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ എടുക്കാതെ വെച്ച് പിന്നെ ഇപ്പോൾ ഈടായിട്ടൊക്കെയാണ് ഇപ്പോൾ സ്ഥിരം അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. നമ്മൾ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്ന ടൈമിൽ ഒരുപാട് പണിക്കാരൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാതും കൂടിയിട്ട് രാവിലത്തെ ചായൻ്റെ കടി അങ്ങോട്ട് ആവില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുക. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് വലിപ്പത്തിലൊക്കെ കിട്ടും. കുറച്ച് നല്ല വലിപ്പത്തിൽ ഉരുണ്ട് ഒക്കെ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ ഇതിലാവുമ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് മാവ് അങ്ങോട്ട് ഒഴിക്കാനും പറ്റില്ല, മേലെ ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മുടെ ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 1 2 3 4 5 2 4 6 തട്ടാണ് കേട്ടോ ഉള്ളത്. ഈ 6 തട്ടിൽ ആയിട്ട് 4 കുഴി വീതമാണ്. അങ്ങനെ 24 എണ്ണം ഒരു ട്രിപ്പിൽ 24 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രിപ്പ് തന്നെ വെച്ചാൽ തന്നെ നമുക്കുള്ളതാവും കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് രാവിലത്തെ ചായൻ്റെ കടി ചിലപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ എടുക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലത്തെ ചിലത് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവർ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ നല്ല വിശന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചായൻ്റെ കടിയും കറിയൊക്കെ ഉള്ളത് കൂട്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുക. അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇഡ്ഡലി അവർ വൈകുന്നേരം കഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി
ഒരു പകുതിയും പിന്നെ എക്സ്ട്രാ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ 2 തട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടതാവും കേട്ടോ. പിന്നെ അതുപോലെ പലരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ചിലർ പകുതി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, കാണുന്നവരുണ്ട്. അപ്പോൾ ഈ കാണുന്നവരാരും അങ്ങനെ കമൻ്റ് ഒന്നും ഇടാൻ ആരും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം, പക്ഷേ കമൻ്റ് ഇടാനൊക്കെ പലർക്കും മടിയാണ്, ലൈക്ക് ചെയ്യാനൊക്കെ മടിയാണ് പലർക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് എന്നുള്ളത് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആ ലൈക്ക് കാണുമ്പോൾ എന്നാ ഒരു കാണുന്നുണ്ട് എന്ന് എനിക്കൊരു തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് പോണ വഴിക്ക് ഒരു ലൈക്ക് ഇടാനും മറക്കാതെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടാനൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തന്നെ വരും. ഇന്ന ആൾ കാണുന്നുണ്ടല്ലോ, ഇന്ന ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കതൊരു സന്തോഷമൊക്കെ ഉള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാവൊക്കെ ഇഡ്ഡലിയിൽ തട്ടിലൊക്കെ ഒഴിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്കിതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ നമ്മുടെ ഈ ചെമ്പിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ഒഴിച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് താഴത്തേതൊക്കെ ആകെ നാശമായി ശരിയാവാതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും നല്ല ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെയാണ് കേട്ടോ ഒഴിക്കുക. എപ്പോഴും വെള്ളം വളരെ കുറച്ച് തന്നെ ഒഴിക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ തട്ടൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഒരു വിസിലൊക്കെ ഒന്നും അങ്ങനെ ആയി വരട്ടെ. അപ്പോൾ നമുക്കിന്ന് വീട്ടിലേക്ക് കറി നമ്മുടെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് കഷ്ണങ്ങളൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലെ ടൈം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ പിടിച്ച സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തലേ ദിവസമൊക്കെ കഷ്ണങ്ങളൊക്കെ നുറുക്കി അരിഞ്ഞൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ പിന്നെ ആർക്കും പോകാനൊന്നുമില്ല, കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, ആർക്കും പോകേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ രാവിലെയാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ നന്നാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് തോലൊക്കെ ചെത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഒക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ കഷ്ണം അരിയലൊക്കെയാണ് ഒരു പണി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കാര്യമായിട്ട് അരിഞ്ഞുണ്ടാക്കണം. ഞാൻ എപ്പോഴും നമ്മൾ കട്ടിംഗ് ബോർഡ് മേടിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. നമ്മൾ വീടിരിക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും മേടിച്ചു, നമ്മൾ വീട്ടിലേക്കുള്ള എല്ലാ പാത്രങ്ങളും മേടിച്ചു. പക്ഷേ മെയിനായിട്ട് നമ്മളൊരു കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ആ സമയത്ത് മറന്നിട്ടോ. പിന്നെ നമ്മൾ എപ്പോൾ മുറിക്കണ സമയത്താണെങ്കിലും ഞാൻ വിചാരിക്കും അയ്യോ അത് മേടിച്ചില്ലല്ലോ, ഇനി പുറത്ത് പോകുമ്പോൾ മേടിക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഓർക്കും. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്, ഇനി അതാണെങ്കിൽ കുറച്ച് പഴകിയതാണ്, കുറേ ഉപയോഗിച്ചതൊക്കെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഒന്ന് മറക്കാതൊക്കെ ഒന്ന് മേടിച്ച് വെക്കണം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പല പല കളറിൽ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കുക്കറിൽ അങ്ങോട്ട് ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ കുറച്ച് പരിപ്പ് ഇടുക. പരിപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സവാളയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇടുകയാണ്. പരിപ്പിൻ്റെ കൂടെ സവാള ഇടും. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പരിപ്പ് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഈ മുറിച്ച കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പൊടികളും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിസിൽ വരുന്ന വരെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങ ചിരകി വറുത്തതൊക്കെ ഉണ്ട്, തേങ്ങ വറുത്ത് അരച്ചതുണ്ട്, അതും കൂടി കണ്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കൂടിയൊക്കെ ഒന്ന് മിക്സാക്കി അങ്ങനെ വറവിട്ടെടുക്കുകയാണ്. അതാണ് നമ്മുടെ സാമ്പാർ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിടണം. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട്, നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ ചേച്ചിയാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു വർഷം തികഞ്ഞ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയും, അങ്ങനെ അവർ അല്ലെ ആണ്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായ കാരണം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് നമുക്കൊന്ന് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഞാനും കുട്ടികളും അതിന് പോകും. പിന്നെ അവരും ഒക്കെ തന്നെ വീട്ടിലുണ്ട് ഊണ് കഴിക്കാനുണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് എന്നാണെങ്കിൽ പിന്നെ ചോറിന് ആ ടൈമിൽ അത്ര അധികം ആരും ഉണ്ടാവില്ല കഴിക്കാൻ മെയിനായിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ സാമ്പാറായ കാരണം അപ്പോൾ ഞാൻ വിചാരിക്കുന്ന രാത്രിക്കും ഉച്ചത്തേക്കും അങ്ങോട്ട് ഈ സാമ്പാർ തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ സാമ്പാർ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ പോയിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് പോണ കാരണം പിന്നെ ഒരു സാമ്പാറിൻ്റെ പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി അച്ചാറും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഇരിക്കുന്നുണ്ട്, അതൊരു ആംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചത്തെ കാര്യം അവരുടെ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാമ്പാർ തന്നെയാണ് അവിടെ ഉച്ചത്തേക്ക് അങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചോറും അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലത്തെ പണി കഴിയും. അങ്ങനെ പിന്നെ അടുക്കള പിന്നെ ഒക്കെ ഒന്ന് ഒതുക്കിയിട്ടാൽ പിന്നെ അവിടെ അങ്ങനെ കിടക്കും. പിന്നെ രാത്രിക്ക് പിന്നെ വേണം എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്തെങ്കിലുമൊക്കെ കണ്ട് ചെയ്താൽ രാത്രിയിലത്തെ കാര്യം കഴിയും. അപ്പം മെയിനായിട്ട് ഇന്നിങ്ങനെയൊക്കെ തന്നെയാണ് പോണത്. അങ്ങനെ നമ്മളിതാ രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ണനും ആളുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കഴിച്ചോ. സാധാരണ പലപ്പോഴും നമ്മളൊപ്പമാണ് കഴിക്കാറ്, ചില സമയങ്ങളിൽ ഇതുപോലെ ഞാൻ ഒറ്റയ്ക്കാവാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവരെല്ലാവരും കഴിച്ച സ്ഥിതിക്ക് പിന്നെ ഞാനും കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചായയും ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് അങ്ങനെ എല്ലാതും കൂടി കഴിക്കുകയാണ്. അപ്പോൾ നിത്തു ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടും പിന്നെ രാത്രി വൈകി ഉറങ്ങണത് കൊണ്ടും അങ്ങനെ കളികളും ഒക്കെ കൂടിയായിട്ട് ആൾ നല്ല ക്ഷീണത്തിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ അവൻ എണീക്കുമ്പോൾ അവന് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചായ കുടിക്കട്ടെ.